ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരാള് ചോദിച്ചുള്ള കേൾവിക്കുള്ള ബദലാണ് പറയാൻ പോകുന്നത്. ഒരു ഗ്രഹത്തിന് 2 വീട് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വീടിന്റെ ആധിപത്യം റോങ് ആയാലും മറ്റേ വീടിന്റെ ആധിപത്യം നല്ലതാവാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ ആൻസർ കുറച്ച് ലോങ് ആയിരിക്കും. നമുക്കത് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് തന്നെ ഈ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചാനലിൽ 300-ലധികം വീഡിയോസ് ഇപ്പൊ തന്നെ ഉണ്ട്. പല വീഡിയോസും ലോങ് വീഡിയോസ് ആണ്. അത് തമിഴ് അസ്ട്രോളജിയുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ളതും അഡ്വാൻസ് ആയിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. മാത്രമല്ല കേരള അസ്ട്രോളജിയിലെ വരാഹമിഹിര സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഹോരാശാസ്ത്രം, ബൃഹജ്ജാത പദ്ധതി, ഈ പ്രശ്നം പറയാൻ ഉപയോഗിക്കുന്ന പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി, ഫലദീപിക, അങ്ങനെയൊക്കെയുള്ള പല ഗ്രന്ഥങ്ങളിലുള്ള പല പാടലുകളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒരു 10-15 വീഡിയോസ് ബാക്കിൽ പോയി നോക്കുക. കാരണം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സാണ് പറയണം. ജ്യോതിഷം തല ഉപയോഗിച്ച് മനനം ചെയ്താൽ മാത്രം ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു സാധനമാണ്. കാണാണ്ട് പഠിച്ചുകൊണ്ട് ജ്യോതിഷം പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇടവേ ഒന്നും നടക്കില്ല ഞാൻ പറയണത്. കാരണം ആദ്യം കാണാണ്ട് പഠിച്ച് ചെറുപ്പകാലത്തിൽ എൻ്റെ 15 വയസ്സിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു 95 കാലഘട്ടത്തിൽ, എന്നെ കണ്ടാൽ പ്രായം തോന്നില്ലെങ്കിലും 95 കാലഘട്ടത്തിൽ മുതൽ ഇതൊക്കെ കാണാണ്ട് പഠിച്ചിട്ട് ജ്യോതിഷത്തിലേക്ക് വന്ന ഒരാളെന്നുള്ള രീതിയിൽ കാണാണ്ട് പഠിച്ചിട്ട് പറയുന്നത് അതിൽ ലോജിക്കലി മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് നോക്കാം ലോജിക്കലി എന്താണ് ഈ കാര്യം എന്ന്. അപ്പൊ ഇതിൽ തന്നെ വരാഹഹോരയിൽ പറയുന്നുണ്ട്, ക്ഷിതിജ സിതജ്ഞ ചന്ദ്രരവി സൗമ്യ സിതാവനിജ സുരഗുരു സൗരി മന്ദ ഗുരുവശ്ച ഗൃഹാംശകപ. ഇത് ഞാൻ നല്ലോണം പാട്ടൊക്കെ പാടിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ക്ഷിതിജ സിതജ്ഞ, സോറി ഒന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും ഈ വീഡിയോ പോകുന്നത്, കുറച്ച് ലെങ്ത് ആയിരിക്കും. കാര്യം ഇതിന്റെ അകത്ത് അസ്ട്രോളജിക്കലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളും കിട്ടണമെന്ന് വിചാരിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാനിൽ ടച്ച് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ നോക്കാം. ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജ സുരഗുരു സൗരി മന്ദ ഗുരുവശ്ച ഗൃഹാംശകപ. പല ട്യൂണി പാടാ ഇത്. ക്ഷിതിജ സിതജ്ഞ, ക്ഷിതിജ ചൊവ്വ, സിതജ്ഞ ശുക്രൻ. ക്ഷിതിജ സിത, സിത എന്ന് പറഞ്ഞ ശുക്രൻ, ഞാ എന്ന് പറഞ്ഞ ബുധൻ, ചന്ദ്ര രവി സൗമ്യ എന്ന് പറഞ്ഞ ബുധൻ. ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിത അവനിജ സുരഗുരു സൗരി മന്ദ ഗുരുവശ്ച ഗ്രഹാംശകപ. ഇത് അങ്ങനെ പാടിയത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാ. ഇതൊന്നുമില്ല, ഇത് ഏത് പൊട്ടനും അറിയാവുന്ന സംഭവമാണ്. വ്യാഴം, ചൊവ്വ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, സൂര്യൻ, ശനി. ഇവിടെ ഈ പഞ്ചഗ്രഹങ്ങൾക്ക്, ഈ സൂര്യനും ചന്ദ്രനും ഒഴിച്ച് പഞ്ചഗ്രഹങ്ങൾക്ക് 2 രാശികൾ കൽപ്പിച്ചിട്ട് എന്തുകൊണ്ട് രാശിചക്രം നിർണയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു രാശിയുടെ ആധിപത്യം ബാഡായാലും, ഉദാഹരണത്തിന് വ്യാഴത്തിന്റെ ലഗ്നം മീനൻ ലഗ്നമാണെങ്കിലും മീനൻ ലഗ്നത്തിനും 1-10 ആധിപത്യം ഉള്ള സമയത്ത് ഇതിന്റെ ഓരോ ആധിപത്യം, അതായത് ഒരു ഭാവം പോയി കഴിഞ്ഞാൽ മറ്റേ ഭാവത്തിന്റെ ആധിപത്യം നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉദാഹരണം വേറൊരെണ്ണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ശുക്രന്റെ ആധിപത്യം 3-8 വന്നതുകൊണ്ട് അഷ്ടമ ആധിപത്യം കുഴപ്പമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് 3-ാം ഭാവത്തിന് വേണ്ടി കൊടുത്താണോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം കാലപുരുഷ തത്വത്തെ പഠിക്കണം. ഇത് അങ്ങാട് തിരിഞ്ഞിരിക്കുന്ന ഒരുത്തനാണ് ഇവൻ. അവന്റെ ഇടത്തേ കണ്ണ് ചന്ദ്രൻ, വലത്തേ കണ്ണ് സൂര്യൻ. ഇത്തരത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എറുതൽ പൂരകം ഈരേട്ടുവാമത്താൽ ആറുതൽ കുംഭം 64 ഉറുതൽ 32 തിരേസകം മാറുതൽ ഒன்றின் കൺ വഞ്ചകമാമേ. ഈ പാടല്ലേ സിദ്ധന്റെ. ഏറുതൽ പൂരകം ചന്ദ്രൻ നാടിയാകുന്ന കാൽ മുതൽ ഏറി 15 കലകളെ കൊണ്ട് ഏറി ഉച്ചിയിലെത്തി കലകൾ പൗർണമി ദിനത്തിൽ കലകൾ ഉച്ചിയിലെത്തി, കലകൾ ഇറങ്ങി അമാവാസ്യയാവുന്നതോടുകൂടി കലകൾ എത്തുകയും 64 കലകളും താണ്ടി 32 കലകൾ ഇടയ്ക്കും 32 കലക്ക് പിങ്കലേക്കും താങ്ങി വന്ന് 3 മണ്ഡലങ്ങളാവുന്ന സൂര്യ ചന്ദ്ര അഗ്നി മണ്ഡലങ്ങളിൽ 3
കെട്ടുകളിൽ 3 ബ്രഹ്മാണ്ടങ്ങളാവുന്ന അണ്ടാണ്ടങ്ങളാവുന്ന സൂക്ഷ്മമാകുന്ന കേന്ദ്രസ്ഥാനങ്ങളെ കൊണ്ട് ത്രികോണ സ്ഥാനങ്ങളെ അവിടെ ഉദയം ചെയ്യിച്ചിട്ട് അവിടെ എനർജിയുടെ 3 മണ്ഡലങ്ങളെ അവിടെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഗ്രഹങ്ങൾ തന്നെ ശരീരത്തിലും പ്രപഞ്ചത്തിന്റെ കണ്ണാകുന്ന സൂര്യചന്ദ്രന്മാർ പോലെ തന്നെ നമ്മളുടെ ശരീരമാകുന്ന നമ്മുടെ ആരൂഢമാകുന്ന നമ്മളുടെ ശരീരത്തില് സൂര്യനും ചന്ദ്രനും ആകുന്ന 2 കണ്ണുകളും 2 നാഡികളും കൊണ്ട് ഇവൻ എറുതൽ പൂരകം പൂർണ്ണമാകുന്ന ചന്ദ്രനാക്കാൻ വേണ്ടി എറുതൽ പൂരകം ഇരട്ടുവാമത്താൽ ആറുതൽ കുംഭം 64 ഉറുതൽ 32 ദിരേസഹം മറുതൽ ഒன்றின் കൺ വഞ്ചകമാമേ. ഇതാണല്ലോ പ്രമാണം. അപ്പോ ഈ തരത്തില് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണ്ണ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. നിങ്ങള് പ്രപഞ്ചത്തിന്റെ സിസ്റ്റം സെന്റർ ഓഫ് അവർ സോളാർ സിസ്റ്റം സൂര്യൻ, അതിനുശേഷം ബുധൻ, ശുക്രൻ, ഭൂമി, സെവ്വായ്, വ്യാഴം, ശനി, പിന്നെ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ നമുക്ക് എടുക്കണ്ട. അങ്ങനെ നോക്കുമ്പോഴും ഇവിടെ സൂര്യന് തൊട്ടടുക്കെ ബുധൻ നിൽക്കുന്നു. ശുക്രൻ ഇവിടെയാണ് ഭൂമിയുടെ സ്ഥാനം. ഈ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ വലയം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനു ചുറ്റും ബുധൻ, ശുക്രൻ, ഭൂമി, അതിനുശേഷം ചൊവ്വ, വ്യാഴം, ശനി, ഇത്രയാണ് നമ്മുടെ ഗ്രഹങ്ങൾ. ഇവിടെ ഒരു നേർരേഖ ഫോം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഇടഭാഗത്ത് ഇടയും വലഭാഗത്ത് പിങ്കലയും 2 അർത്ഥ വൃത്തങ്ങളിൽ രൂപം പ്രാപിക്കുന്നത് മാതിരി 360 ഡിഗ്രി ഉള്ള ബ്രഹ്മാണ്ടത്തെ 180 ഡിഗ്രി ആയിട്ട് ഖണ്ഡിച്ച് 2 അർത്ഥഭാഗങ്ങളായിട്ട് കൽപ്പിക്കപ്പെട്ട് 2 അർത്ഥഭാഗങ്ങൾക്ക് ശക്തിയെ പ്രചലനം ചെയ്യാനായിട്ട് ഇവിടെ ഇടയാക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ചന്ദ്രനും സൂര്യനും ഇവിടെ ഭൂമിക്ക് ഇടയില് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാല് ഇവിടെ ഭൂമിയുടെ ലഗ്നം എന്ന് പറയുന്നത് തന്നെ ലായുടെ ഗാ കൊണ്ടുണ്ടാകുന്ന നായാകുന്നു. ലായ് എന്ന് പറഞ്ഞാൽ പൃഥ്വി, ഗാ എന്ന് പറഞ്ഞാൽ ഗമനം. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയതൊന്നും കേൾക്കൂല. സ്കിപ്പ് ചെയ്യാത്തവർ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ലഗ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ ധാതു തപ്പി പോകേണ്ടി ആവശ്യം വരുന്നതാണ് പലരും. അപ്പൊ ഇതൊക്കെയാണ് ഇത്. അപ്പൊ ഇങ്ങനെയുള്ള ലഗ്നം ഫോം ആവണ സമയത്ത് പഞ്ചഗ്രഹങ്ങളാവുന്ന 5 പഞ്ചീകരണം എന്ന് പറഞ്ഞിട്ട് ശരകല ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പഠിപ്പിക്കാറുണ്ട്. പഞ്ചീകരണം, പഞ്ചകൻ, 5 പഞ്ചകമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളായിരിക്കുന്ന പഞ്ചപ്രാണന്മാരായിരിക്കുന്ന പ്രാണാപാന വ്യാനോദാന സമാന പഞ്ചകനാകുന്ന അതിലുണ്ട് കേട്ടോ. പ്രാണാപാന വ്യാനോദാന സമാന നാഗ, കൂർമ്മ, കൃകര, ദേവദത്ത, ധനഞ്ജയ ദശപ്രാണന്മാര് ഈ 5 എണ്ണത്തിൽ 5 അടക്കം ചെയ്തിരിക്കുന്നുണ്ട്. പഞ്ചപ്രാണൻ, പഞ്ചഭൂതം, നിലം, നീര്, നെരുപ്പ്, വായു, ആദായം എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങളെ കൊണ്ട ശരീരത്തിൽ പഞ്ചപ്രാണന്മാരാകുന്ന പഞ്ചനാഡികളായിട്ട് ദശനാഡികളായിട്ട് ഇവ ഇടയും പിങ്കളയും പിരിയുമ്പോൾ 10 നാഡികളെ കൊണ്ടുവരുന്ന ആ പ്രാണൻ സഞ്ചരിക്കുന്ന ശരീരത്തിൽ ഒഴുകുന്ന എനർജി ഫോമായിട്ടാണ് ഇവിടെ ഗ്രഹങ്ങളുടെ ചാലന ശക്തി എടുക്കുന്നത് തന്നെ. അതെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അണ്ടത്തിലുള്ളത് എല്ലാം പിണ്ടത്തിലുണ്ട്. ഇവിടെ ഗ്രഹചക്രം പൂർണ്ണമായിട്ട് സംയോജിതമായിട്ട് അത് നിങ്ങളുടെ തലയിലെഴുത്ത് അഥവാ തമിഴ് കൊടുപ്പിനെ ആയി വർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഈ കൊടുപ്പിനേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കൊടുപ്പിനെ വർക്ക് ചെയ്യുമ്പോൾ 2 ധ്രുവങ്ങളായിട്ട് ഇടവും വലവുമായിട്ട് 2 ധ്രുവങ്ങൾ ഫോം ആകുമ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനുമാവുന്ന ഗ്രഹങ്ങൾ എനർജിയുടെ 2 നാഡികളാവുമ്പോൾ ഇവിടെ 10 നാഡികൾ, ഗാന്ധാരി നാഡി, പുരുടൻ നാഡി, അത്തിനാഡി, അലമ്പുടൈ നാഡി എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ദശനാഡികളും പറഞ്ഞു പോകുന്നു. 10 പേരൊക്കെ പറയാത്ത എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഞാൻ ഈ പറയണേന്നുള്ള പോയിന്റ്സ് പോകും. രണ്ടാമത്തെ കേസ് ഇതൊക്കെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലും മറ്റ് ഡയറക്റ്റ് ക്ലാസ്സിലും പല സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടണമല്ലോ. നിങ്ങൾ സമയം കളയുന്നല്ലേ. യു ആർ സ്പെൻഡിങ് യുവർ ടൈം ടു ലേൺ സംതിങ് ഫ്രം മീ. ദാറ്റ്സ് വൈ ഐ എം ഗിവിംഗ് ബിറ്റ് ബൈ ബിറ്റ്, ടിപ്പ് ബൈ ടിപ്പ് ഫോർ യു. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അർത്ഥാംശം ഫോം ആവണ സമയത്ത് ഒരു ഗ്രഹം ഇത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ വരുമ്പോൾ ചന്ദ്രന്റെ സൈഡിൽ ഇടം സൈഡിൽ വരുമ്പോൾ ഇടയും, സൂര്യന്റെ സൈഡിൽ വരുമ്പോൾ പിങ്കളയുമായിട്ട് ഒരു സൈഡിൽ രാത്രി രാശികളും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. രാത്രി രാശികൾ, പകൽ രാശികൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കുണ്ടലിനി സംയോജിതമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോജാശ്വികർ കിമിഥുന
സമൃഗാം നിശാഖ്യ പൃഷ്ടോദയ വിമിഥുന കതിതാസ്ത ഏവ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഗോജാശ്വി കർക്കി വിമിഥുന എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡ് വന്നിട്ട് അവസാനം ഇങ്ങനെ പോകും കേട്ടോ. ഇങ്ങനെ പോകും. അതായത് ഈ രാശിയും ഇവിടെയുള്ള ഇത്രയും ചന്ദ്രന്റെ രാശികളാണ്. ബാക്കി ഉള്ള 6 സൂര്യന്റെ രാശികളാണ്. അത് രാത്രി രാശികളും പകൽ രാശികളാണ്. ഇതൊക്കെ ഫലം പറയാൻ സമയത്ത് എടുക്കണം. ഹോരാശാസ്ത്രം പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഞാൻ എടുത്തു പറയണേ, ഹോര പലരും ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഹൗ ടു യൂസ് ഇറ്റ് ഇൻ ദ horoscope. That is very important. In most of my videos, I am explaining how to use it for the prediction purpose. How can you use it for predicting the lifespan of a person, life actions of a person? How to use it. അപ്പൊ രാത്രി രാശികളെ എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, പകൽ രാശികളെ എപ്പോൾ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മുടെ വീഡിയോ തന്നെ പല ടിപ്സും കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തലയിൽ ഇതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനനം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് 2 അർത്ഥമാണ്. ഇത് വെറുതെ പോലും കൊടുത്തേക്കണല്ല. സൂര്യൻ ചന്ദ്രൻ എടുക്കുമ്പോ തൊട്ട അടുത്ത ഗ്രഹം ബുധൻ ശുക്രൻ. ഭൂമിയുടെ ഈ അന്തരമാണ് ഇവിടെയുള്ള സെന്റർ ലൈൻ എന്ന് പറയുന്ന ഭൂമിയുടെ ഈ ഭൂമി ഇവിടെ വരുന്നില്ലേ, അതിന്റെ ലൈനാണ് ഈ ലൈൻ. ഈ 2 ലൈൻ നോക്കിക്കോ നിങ്ങൾ. അപ്പൊ ഭൂമി അത് കഴിഞ്ഞിട്ട് ചൊവ്വ, അതിനുശേഷം വ്യാഴം. ഇത് നേരെ ഇങ്ങോട്ട് പോരണ്ടാണ്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോരണ്ടാണ്. ഏറ്റവും ഡിസ്റ്റൻസിൽ ശനി. അതുകൊണ്ട് ശനിയാണ് ഏറ്റവും മന്ദമായിട്ട് സഞ്ചരിക്കുന്ന ഗ്രഹം. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം ശനിയാണെന്നും കാൽഭാഗമാണെന്നൊക്കെ വരും. കാര്യം ബ്രെയിൻ്റെ ഒരു സിഗ്നൽ പെട്ടെന്ന് കിട്ടുന്നത് ഇവിടെയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കാലുമിലേക്ക് കിട്ടുക എന്നും പറഞ്ഞിട്ട് നമ്മൾ കളരി ഗുരുക്കന്മാരും മറ്റുള്ളവരും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. മൂട്ട് മുതൽ മുടിച്ച് വരെ, മുടിച്ച് എന്നാൽ മൂള എന്നാൽ മൂലാധാരം വരെ, മൂല എന്നാൽ കാൽ മുടിച്ച് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒറ്റ പാർട്ട് ഓഫ് ബോഡിയാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ടച്ച് ചെയ്യും. എന്നാൽ മൂള എന്നാൽ മുടിച്ച് വരെ എന്നുള്ളൊരു തത്വമുണ്ട്. നമ്മൾ ശരം പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. കാരണം ഇതില്ലാണ്ട് അടങ്കലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു തട്ട് കെട്ടി അളവ് എടുത്താനോ എണിപ്പിക്കാനൊക്കെ ഉള്ളതിന് ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ 12 രാശികൾക്ക് വരം 12 നാഡികളും 27 നക്ഷത്രങ്ങൾക്ക് വരം 27 മർമ്മസ്ഥാനങ്ങളും, അതുപോലെ തന്നെ 12 രാശി 27 നക്ഷത്രങ്ങൾ, 6 ആധാരങ്ങൾക്ക് 6 ആധാര നക്ഷത്ര മർമ്മങ്ങൾ കൂടിയും ഉണ്ട്. അതൊക്കെ വളരെ ഗുപ്തമായിട്ട് സിദ്ധൻ അസ്ട്രോളജിയിൽ, തമിഴ് അസ്ട്രോളജിയിൽ മാത്രം കാണുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ചിലവർക്ക് അറിയായിരിക്കും. ഞാൻ മറ്റുള്ളതിന്റെ അറിവില്ലായ്മയല്ല പറയുന്നത്. ഇതൊക്കെ കൂടുതലും സിദ്ധൻ ലൈനേജിൽ തന്നെ അസ്ട്രോളജിയിലാണ് പറയുന്ന കാര്യം. കുമാരൻ സ്വാമിയെ സുബ്രഹ്മണ്യൻ അസ്ട്രോളജി ഇതാവുമ്പോൾ അഗസ്ത്യരെ പഠിപ്പിച്ചു. അഗസ്ത്യർ ഒരു മഹാനൂല് എഴുതിയിട്ടുണ്ട്, കുമാരസ്വാമിയം എന്ന് പറയുന്ന നൂല്. നിങ്ങൾക്ക് തമിഴ് അറിയാമെങ്കിൽ മാത്രം ഇതൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവാൻ പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് നമ്മൾ മുന്നോട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 2 അർത്ഥത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ 2 ലൈറ്റ്, ഈ ഭൂമിയിലേക്ക് ഇതിന്റെ ലൈറ്റ് ഒളി 2 സൈഡിൽ നിന്ന് വീശുന്നത് കൊണ്ട് ഒരു സൈഡിൽ ഉള്ള ഒളി എനർജി നമ്മുടെ ശരീരത്തിൽ നാടി പോലെ തന്നെ സൂക്ഷ്മകലയില് ശുദ്ധകലയായിട്ടും, ഒരു സൈഡിൽ നിന്ന് വീശുന്ന കാറ്റ് അല്ലെങ്കിൽ എനർജി സൂക്ഷ്മകലയില് ഗൗരകലയായിട്ടും മാറുകയും ചെയ്യുന്നു. അപ്പോ ഇതിൽ ചന്ദ്രകല സൂര്യകല, അതുകൊണ്ട് ചന്ദ്രന് ചേർന്നതും സൂര്യന് ചേർന്നതും എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അത് സിദ്ധം തന്നെ പറയുന്നുണ്ട്. 12 പകലിരവില്ലയേ 12 പാകൻ അറികിരൻ 12 പാകൻ അറിந்த പിൻ 12 പകലിരവില്ലയേ. ആദ്യം പറഞ്ഞ വ്യത്യാസമുണ്ട്. 12 പകലിരവുള്ളത് എന്നാണ് ആദ്യത്തെ വരി. 12 പകൽ ഇരവുള്ളത്. 12 ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യാഴത്തെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ 12 നാഡികൾ എടുക്കാറുണ്ട്. പല കാര്യങ്ങളും ഉണ്ട്. അത് സൂക്ഷ്മമായിട്ട് എൻ്റെ അമാനുഷിക ലോകം എന്ന് പറഞ്ഞ ചാനലിൽ ഈ വീഡിയോസ് എല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അമാനുഷിക ലോകം വിനയൻ ഗുരുക്കൾ എന്ന് അടിച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ കളരിയുടെ ചാനലില് ശരകലയുടെ വീഡിയോസ് വരുന്ന സെക്ഷനിൽ അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് 10-72,000 സബ്സ്ക്രൈബേഴ്സ് പണ്ട് 2017-18 ഉള്ള ഒരു ചാനലാണ്. പിന്നെ കളരി ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ എതിരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും തിരിച്ച് നല്ല തെറിയൊക്കെ വിളിക്കുന്നതുകൊണ്ട് പല പ്രാവശ്യം ചാനലിന് പല ബ്ലോഗ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
പതുക്കെ പതുക്കെ ആയി ചാനലിന്റെ മുന്നിട്ട്. ഇപ്പോഴും ഉണ്ട് 10,72,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ചാനലിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണും. താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി കാണുക. അപ്പോ 12 പകൽ ഇരവുള്ളത്, 12 രാശിക്കും പകല് ഉണ്ട്, ഇരവുണ്ട്. രാശി പകലിരവുള്ളത്. 12 പാകൻ അറികിറൻ. അതിന്റെ പാകൈ, തമിഴില് പാകൈ എന്ന് പറഞ്ഞാൽ ഡിഗ്രി. പാകൈ മുറൈ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് എന്റെ ആശാൻ, തമിഴില് തന്നെ എന്റെ ആശാൻ എന്ന് പറഞ്ഞാൽ പലരുടെ ആശാനുണ്ടെങ്കിൽ ഞാൻ എന്റെ ആശാൻ എന്ന് പറയും, പേര് ഞാൻ പറയുന്നില്ല. എന്റെ ആശാൻ പാകൈ മുറൈ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡിഗ്രി അനുസരിച്ചിട്ട് ഒരു ഗ്രഹത്തിന്റെ പാകയുടെ ബലം കണക്കാക്കിയിട്ട് എത്ര ഡിഗ്രിക്കാൻ നിൽക്കണമെന്ന് അനുസരിച്ചിട്ട് വേണം പോലും ആ ഗ്രഹത്തിന്റെ നോട്ടം എത്താൻ. ഞാൻ ത്രിദശ ത്രികോണ ചതുരസ്ര സപ്തമാൻ അവലോകയന്തി ചരണാഭിവൃദ്ധിദഃ രവിജാം മരാഢ്യാരുതിരാ പരേചയേ ക്രമശോ. ആ പാടല് പാടുമ്പോൾ പോലും ചിലർ ഞാൻ കോപ്പി അടിക്കുന്നു. ഇതൊക്കെ എന്റെ 15-16 വയസ്സിൽ പഠിച്ചതാണ്. മനസ്സിലായോ? അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3-10 ശനിക്കും 5-9 എന്ന് പറഞ്ഞ വ്യാഴത്തിനും 4-8 ചൊവ്വയ്ക്കും ദൃഷ്ടിയുണ്ടെന്നും പിന്നെ ഇത് 4-1/4 ആയിട്ട് ഈ ദൃഷ്ടി എടുക്കുമെന്നും ഇതൊന്നും അല്ലാണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് 6-ാം ഭാവമാണ് മറവി സ്ഥാനം, 8-ാം ഭാവവും മറവി സ്ഥാനം, 12-ാം ഭാവവും മറവി സ്ഥാനം. 6, 8, 12 ഭാവങ്ങളും 3-ാം ഭാവവും വേണ്ട 3-ല് ദൃഷ്ടി വരുന്നുണ്ട്. 6, 8, 12, 2 ഈ സ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനത്തിനും ദൃഷ്ടി ഉണ്ടെന്നാ പറയണ കാര്യം. ലഗ്നത്തില് മുന്നിൽ ആളിരിക്കണ അടുത്ത് ഇങ്ങനെ നോക്കുന്ന ദൃഷ്ടി 2-ാം ഭാവത്തിന് പോട്ടെ എന്ന് വിചാരിക്കാം. 3-ാം ഭാവത്തിന് ശനിയുടെ ദൃഷ്ടിയാണ്. അപ്പൊ ആ ദൃഷ്ടി കയറി വരികയാണ്. 4-ാമത്തേക്കും കുറച്ചും കൂടി വന്നു, 5-ാമത്തേക്കും കുറച്ചും കൂടി വന്നു. അപ്പൊ 4-ലാണ് കുറച്ചും കൂടി കൂടുതലുള്ളതെന്ന് പറയണ കേട്ടാ. 3-ന് ഒരു ദൃഷ്ടി, 4-ന് ഒരു ദൃഷ്ടി, 5-ന് വേറെ ദൃഷ്ടി, പിന്നെ 6-ന് മറവായി, 7-ന് ശരിയായ ദൃഷ്ടി, 8-ന് വീണ്ടും ദൃഷ്ടി ഉണ്ടല്ലോ, 4-8 ഉണ്ടല്ലോ ചൊവ്വയ്ക്ക്, അല്ലെങ്കിൽ 3/4 ദൃഷ്ടി ഉണ്ടല്ലോ, 8-ലേക്ക് ദൃഷ്ടി, പിന്നെ 9-ൽ വരുമ്പോ കുറച്ചും കൂടി കുറഞ്ഞു, പിന്നെ 10-ലേക്ക് വരുമ്പോ വീണ്ടും കുറച്ചും കൂടി കുറഞ്ഞു. അപ്പൊ ഏറി വരുന്നു, കുറഞ്ഞു വരുന്നു. ഈ തരത്തിൽ 10-ലും ദൃഷ്ടി വന്നു, പിന്നെ 11-ല് ദൃഷ്ടിയില്ല. അപ്പൊ 11, 12, 2 ഈ ഭാഗത്തിലേക്കാണ് ദൃഷ്ടി ഇല്ലാതിരിക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അവിടെയൊക്കെ ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു? ദൃഷ്ടി ഒരു 10 ഈ പോയിന്റ്സ്, 10 രാഹു ഗുളികൻ അടക്കം ലഗ്നവും കൂടി കൂട്ടി 11 പോയിന്റ്സ്, 10 എന്നെടുത്താൽ ദശം. ലഗ്ന പോയിന്റ്സ് മാറ്റാതെ 10 എടുത്തു കഴിഞ്ഞാലും ഈ ഗ്രഹങ്ങളില് 10 ഗ്രഹങ്ങള് ഗുളികൻ അടക്കമുള്ള ഗ്രഹങ്ങളുടെ നമ്മൾ ദൃഷ്ടി നോക്കുമ്പോഴത്തേക്കും ഏതിന്റെ ദൃഷ്ടി എടുക്കും? ഒരു ഗ്രഹത്തിന് 3 ഗ്രഹത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഏത് ഗ്രഹത്തിന്റെ ദൃഷ്ടി ആദ്യം എടുക്കണം എന്നൊരു കണക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, സിദ്ധൻ പറഞ്ഞത്, ഈ സിദ്ധൻ ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ലട്ടോ പറഞ്ഞേക്കണ, മഹാമന്ത്രമാകുന്ന ആ മന്ത്രസാരത്തിൽ, ഏത് ബുക്കാണെന്ന് നിങ്ങൾ ഓർത്തോളം ചിലർക്കറിയാം. ഈ ഞാൻ പറയുന്ന പാടലുകള് ഉടൽക്കൂറില് ഉയിർക്കൂറാവുന്ന ഈ പാടലില് ഈ പറയുന്ന അർത്ഥം ഇതൊന്നുമല്ല. ഇതൊന്നും ആരും കേട്ടിട്ടുണ്ടാവുകയോ ഇത് എഴുതിയ സിദ്ധൻ അറിയായിരിക്കും. ഈ എക്സ്പ്ലനേഷൻ ലോകത്തിൽ ചിലപ്പോൾ ഒരാളും പറഞ്ഞിട്ടുണ്ടാവില്ല. 12 പകലിരവുള്ളത്, 12 പാകൻ അറികിറൻ. 12 ഈ രാശികളുടെ, അരാശീസനായ ഗ്രഹങ്ങളുടെ പാകയെ അറിയുകയാണെങ്കിൽ 12 പാകൻ അറിந்த പിൻ അതിന്റെ ഭാഗങ്ങളെ ഡിഗ്രി അറിഞ്ഞതിന് ശേഷം 12 പകലിരവില്ല. അങ്ങനെയാണെങ്കിൽ പകലുമില്ല, ഇരവുമില്ല, രാത്രിയില്ല, പകലുമില്ല എന്ന്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ പോയിന്റ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്വയം റൊട്ടേഷൻ, ഭൂമിക്ക് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൂര്യന്റെ രശ്മികൾ പെടുന്ന സമയം പകലും പെടാത്ത സമയം രാത്രിയും ആണെങ്കിലും സപ്തഗ്രഹങ്ങളിൽ തട്ടി, പാകൈമുറയിൽ സപ്തഗ്രഹങ്ങളിൽ തട്ടി ഓരോ ഗ്രഹത്തിനെയും രശ്മികൾ പല ആംഗിളിൽ നിന്നും ഭൂമിയിലേക്ക് പ്രതിഫലിച്ച്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പ്രതികരിച്ച്, നിങ്ങളുടെ തലയിലേക്ക് പ്രതികരിച്ച്, നിങ്ങളുടെ മൂച്ചാകുന്ന ഉടൽക്കൂറിന്റെ ഉയിർക്കൂറ് വഴി അത് നിങ്ങൾ സ്വീകരിച്ച് അബ്സോർബ് ചെയ്തിട്ട് നിങ്ങളുടെ ചിന്തയെയും ആത്മാവിനെയും പ്രവൃത്തിയൊക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് സിദ്ധം പറയുന്നത്. അപ്പൊ എന്താ 12 പകലിരവുള്ളത്,
12 பாகன் அறிந்த பின் 12 பாகன் அறிந்த பின் 12 പകലിരവില്ലയേ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 5 ഗ്രഹങ്ങളിലെ പറഞ്ഞില്ല, ഐവർക്കു നായകൻ അവ്വോർ തലൈമുഖൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട് പൊയ്യർക്ക് പറ്റു കൊടുക്കും കൊടാതെ പോയി മെയ്യർക്ക് പറ്റു കൊടുക്കും കൊടാതെ പോയി പൊയ്യരെ തള്ളി വിഴുന്നിരുന്നാനെ എന്നൊക്കെ പറയുന്ന പോലെ ഈ 5 ഗ്രഹങ്ങള് ഈ നമ്മുടെ ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിലൂടെ സഞ്ചാരം ചെയ്യുമ്പോൾ, മൂച്ചാകുന്ന ജാലകത്തിലൂടെ സഞ്ചാരം ചെയ്യുമ്പോൾ ആധാരമാകുന്ന 6 എണ്ണത്തിലൂടെ ആ എനർജി അബ്സോർബ് ചെയ്ത് സൂര്യചന്ദ്ര അഗ്നിശൂന്യ മണ്ഡലങ്ങളിലൂടെ 3 മണ്ഡലങ്ങളിലൂടെ അവ പ്രവർത്തനക്ഷമമാക്കി ശരീരത്തിൽ ജീവൻ മുറ്റി ആ ജീവനാകുന്ന ശരീരം പല പ്രവൃത്തികൾ ചിന്താധാരയിലൂടെ സംസ്കാരം എന്ന് പറയുന്ന പ്രതിഫലിത പ്രാജ്ഞയജ്ഞ ചിന്താധാരയിലൂടെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവന് ജീവിതം എന്ന ലൈഫ് ഉണ്ടാകുന്നു, ഈ ലൈഫ് ഉണ്ടാകുന്നു. അപ്പൊ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയുള്ള ഫലങ്ങൾ കൂടി ഇപ്പോൾ അനുഭവിക്കേണ്ട വശമായി വരുന്നു. ദിസ് ഈസ് ലൈക്ക് എ സോഫ്റ്റ്വെയർ ജസ്റ്റ് എൻകോഡഡ് ബിഫോർ അവർ ബർത്ത് എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പൊ ഇത്തരത്തില് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2 രാശി കൊടുത്തത് ഒരെണ്ണത്തിനും ഗുണം കിട്ടും, ഒരെണ്ണത്തിനും ഗുണം കിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ നിങ്ങൾ തന്നെ വഹിച്ചാൽ മതി. അങ്ങനെയാണോ? ഇനി രണ്ടാമത്തെ കാര്യം, രാശിയുടെ ഷഡ്ബലം നോക്കുമ്പോൾ പറഞ്ഞില്ലേ, ഉച്ചത്രികോണ സ്വസുഹൃ ശത്രു എന്ന് പറഞ്ഞിട്ട് പ്രമാണം വരെ തന്നെ നടക്കണ്ടല്ല, സമാസ്റ്റാപരെ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു രാശി ഇപ്പൊ വ്യാഴത്തിന്റെ ആണെങ്കിൽ സ്വക്ഷേത്രമാണ്, അതിൽ ഒരെണ്ണം മൂലത്രികോണം ക്ഷേത്രമാണ്, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. സിംഹേ വൃഷപ്രഥമ ഷഷ്ട ഹയാങ്ക തൗലി കുംഭത്രികോണ എന്ന് പറഞ്ഞിട്ടാണ് മൂലത്രികോണം പറയുന്നത്. അജ വൃഷഭ മൃഗ അങ്കന കുളീര ചഷ വണിജോ ചതിവാകരാതി തുങ്ക ദശശിഖി മനിയുക്തി ദീന്ദ്രിയാംശ സ്ത്രീ നവക വിംശതി വിച്ഛതേ അസ്തനീജ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഉച്ചം വരുന്നത്. ഉച്ചത്തിന്റെ 7 നീചം. ഉച്ചത്തിന്റെ 7 നീചം എന്ന് ശരീരത്തിന്റെ ഉടൽക്കൂറ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, ശരകല പഠിപ്പിക്കുന്ന സമയത്ത് പറയും. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ഞാൻ പറയാറുണ്ട്. ശരം തെറിന്തവനക്ക് ജ്യോതിടം തേവയില്ലേ. എന്തുകൊണ്ടെന്നാൽ ഈ ഗ്രഹങ്ങള് 12 നാടികളിലൂടെ ആവുന്ന മൂച്ചാകുന്ന പ്രാണനാവുന്ന ഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ കൂട്ടിയും കുറച്ച് മുച്ചമാക്കിയും ഉയർവാക്കിയും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡുകൾ ശരത്തിലുണ്ട്. എന്നാലും ദൃഢാതിടമാകുന്ന കർമ്മങ്ങളെ ചെറുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം. ഇതിങ്ങനെ ഒരു ഭാവത്തിന് ഇത് വന്ന സമയത്ത് മറ്റേ ഭാവത്തിന്റെ ഗുണം കൊണ്ട് മറ്റേ ഭാവത്തിന്റെ ദോഷം മാറത്തില്ല മക്കളെ. ചോദിച്ചവനോടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നീ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഭാവം, ഏത് ഭാവമായാലും ഒരു ഭാവവും കുഴപ്പം പിടിച്ച ഭാവം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം, നമ്മുടെ അസ്ട്രോളജി പറയുന്ന അഭിപ്രായം. കാര്യം ഇപ്പൊ 6ാം ഭാവം തന്നെയാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ ആരും എടുത്തേണ്ട കാണാറില്ല. ഈ 6ാം ഭാവം എന്ന് പറയുന്നത് ജോബാണ്, വേല. അപ്പൊ 8ാം ഭാവം എന്ന് പറയുന്നത് ലക്ക്, അത് പെട്ടെന്നുള്ള ലക്ക്, തിടീർ അധിഷ്ടം, പെട്ടെന്ന് നമുക്ക് വരുന്ന സൗഭാഗ്യങ്ങളും പെട്ടെന്ന് വരുന്ന ലക്സും ചില ഡീലിങ്ങുകളിലൂടെയൊക്കെ വരുന്ന ലൈഫിലുള്ള പ്രോഗ്രസും ഡെവലപ്മെന്റ്സ് ഒക്കെ 8ാം ഭാവത്തെ കൊണ്ട്. 12ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിനാട്, വെളിമാനിടം, വേറെ സ്ഥലത്ത് പോയിട്ട് രക്ഷപ്പെടുക, വേറെ സ്ഥലത്ത് പോയിട്ട് ഹയർ ലെവലിൽ വരിക. എന്തിന്? ഉറക്കം, ഭോഗം, അയനശയന ഭോഗസ്ഥാനമുള്ള 12ാം ഇടം. ഉറക്കം, ഭോഗം, ഇതൊക്കെ നല്ല പരിപാടിയല്ലേ. അതൊക്കെ 12ാം ഇടമാണ്. അതൊക്കെ ചീത്ത സ്ഥാനം. ഇത് ഈ കിടപ്പ് എന്നുള്ളതാണ് 12ാം സ്ഥാനം. അപ്പൊ കിടപ്പ്, കട്ടില് ഉള്ളത് വീട്ടില് സുഖമായിട്ട് മാത്രമല്ലല്ലോ, ആശുപത്രിയിലും ഇല്ലേ കിടക്ക, അത് മാത്രമല്ല ജയിലിലും ഇല്ലേ കിടക്കാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഓരോ ഗ്രഹത്തിന്റെ. ഇപ്പൊ ചൊവ്വയാണെങ്കിൽ ബന്ധന, അപ്പൊ ജയിലിൽ കിടക്കാം. 12ൽ ചൊവ്വ എന്ന് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാം എന്ന് കഴിഞ്ഞാൽ മൊട്ടയായിട്ട്, അത് പ്ലെയിൻ ആയിട്ട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോ 6, 12 പ്രശ്നമില്ല. 12 ഭാവങ്ങളും നമുക്ക് ആവശ്യമാണ്. അതിന്റെ പോസിറ്റീവില് ചിന്തിച്ചാൽ 12 ഭാവങ്ങളും പോസിറ്റീവാണ്. അല്ലാണ്ട് 6, 8 ഷഷ്ടാശ്രമ രിഫേല അതി കഷ്ടത എന്ന് പറയുന്നത് ഒന്നും ലോജിക്കലി നമ്മൾക്ക് ആപ്റ്റല്ല. എന്തുകൊണ്ടെന്നാൽ ഷഷ്ട അഷ്ടമ രിഭം കഷ്ടത എപ്പോഴാ കഷ്ടത എന്ന് പറഞ്ഞാൽ യതി സഭാവാണാം
ദുരിതദായഗ്രഹ സംയോജ്യതാം തത് കഷ്ടത ഭവേത്. അല്ലാണ്ട് കഷ്ടമാവൂല. ഒരു ഭാവമായിട്ട് കണക്ട് ചെയ്ത് അവിടെ കഷ്ടമാകുന്ന എനർജി ഉള്ള എന്തെങ്കിലും സാധനം വരുമ്പോഴല്ലേ കഷ്ടമാവുള്ളൂ. ഇപ്പൊ നല്ല ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയാണെങ്കിൽ കഷ്ടത്തെ ദുരിതത്തെ നിവാരണം ചെയ്യല്ലേ ചെയ്യുന്നത് എന്ന് എടുക്കേണ്ടി വരും. അപ്പൊ എങ്കിലും ഉള്ള ഭാവങ്ങളിൽ ഏറ്റവും ദൈന്യത വരുത്തുന്ന ഭാവമാണ് 6, 8, 12 മറൈവ് സ്ഥാനം കൂടിയാണ്. അത് മറൈവ് സ്ഥാനം എന്ന് ഇതിനെ പറയാനായിട്ട് ഒരു ലോജിക്ക് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഈ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു ഭാവം, ഇപ്പൊ സപ്പോസ് ഇവിടെ 12ാം ഭാവാധിപത്യം ഉണ്ട്, ഇവിടെ 9ാം ഭാവാധിപത്യം ഉണ്ട്. ഈ 12ാം ഭാവാധിപത്യം 9ാം ഭാവാധിപത്യം 12ാം ഭാവാധിപത്യം ബാഡ് ആവണമെന്നില്ല. 12ാം ഭാവാധിപത്യം ക്ലീൻ ആയിട്ട് ബാഡാന്ന് പറയാൻ പറ്റില്ല. 12ാം ഭാവാധിപത്യം 9ാം ഭാവാധിപത്യം ഉള്ള ഗ്രഹം പോയിട്ട് ഇപ്പൊ 4 വ്യാഴം ഇരുന്ന് കഴിഞ്ഞാൽ ഈ 12ാം ഭാവാധിപത്യം 4 ഇരുന്നതെന്നും പറഞ്ഞ് എന്റെ പൊന്നടവേ നിനക്ക് കഷ്ടകാലവും ദുരിതം, ആശുപത്രി കയറ്റവും, വീട്ടിൽ കുഴപ്പം, അമ്മയ്ക്ക് കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ 9ാം ഭാവാധിപത്യം ഇരുന്നുകൊണ്ട് അച്ഛന് നല്ലത് 9ാം ഭാവാധിപത്യം നിൽക്കുന്നതുകൊണ്ട് അച്ഛനും അമ്മയും ഒരേ സ്ഥലത്തിരിക്കും, ഭാഗ്യം വരും, തിരുപ്പണികൾ, ക്ഷേത്ര തിരുപ്പണികൾ ചെയ്യും, ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ഇത് ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ പോസിറ്റീവ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇവിടെ ആരൊക്കെ ഈ ഭാവത്തിലേക്ക് നോക്കിയിട്ട് ഇതിന് ആശ്രയ നാദത്വം കൊടുത്ത് എനർജൈസ് ചെയ്തിട്ട് ഈ ഭാവത്തിന്റെ കൊണ്ടാണ് ഈ വ്യാഴം പോണേന്ന് നോക്കണം. ഇവിടെ വന്നിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന ഗ്രഹം ശുക്രനാണെങ്കിൽ ഈ 12ാം ഭാവത്തിന് അടിപൊളിയായിരിക്കും. അപ്പൊ വെറുതെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഇപ്പൊ വ്യാഴം മാറാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നാള് അശ്വതി വരുന്ന കാർത്തികാലം, മേടക്കൂറ്, കാർത്തികകാലം, രോഹിണി, മകരത്തര, ഇടവക്കൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂറിന്റെ ബലം വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായി പോകില്ല. കഷ്ടകാലം പിടിച്ചവനൊക്കെ ശരിയായിട്ട് തോന്നും. കഷ്ടാലം പിടിച്ചിരിക്കുകയാണല്ലോ, ഓൾറെഡി കഷ്ടാലം പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ 6ാം ഭാവാധിപൻ 12ാം ഭാവാധിപൻ പോയിട്ട് 4 കുടുംബത്തിൽ മൊത്തം കഷ്ടത ഉണ്ടാവേ എന്ന് പറയും. അല്ലെങ്കിൽ 2 പോയിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം. ഇവിടെ ഈ അശ്വതി പറഞ്ഞ കാർത്തിക കാല നക്ഷത്രത്തിൽ 2-ലേക്കാണ്, ഇത് 3-ലേക്കാവും, ഉയർച്ച സ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പൊ 3-ല് മറൈവ് സ്ഥാനത്തേക്കാണ് വരുന്നത്. നെട്ടോട്ട് ഓടുന്ന സ്ഥാനമാണ് 3, ഇൻഫർമേഷൻ സ്ഥാനമാണ്. ഇനി 3-ലേക്ക് വ്യാഴം വരുന്ന സമയത്ത് അത് ബുധന്റെ ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് നെട്ടോട്ടം ഓടുന്നു പറഞ്ഞ് 12ാം ഭാവത്തിനാന്ന് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. നിങ്ങളുടെ ജാതകത്തില് ഇനി വരാൻ പോകുന്ന ഈ മിഥുന രാശിയില് ഏത് ഗ്രഹമാണ് ഇരിക്കുന്നത്, ഈ ഭാവത്തെ ആരൊക്കെ നോക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ബുധൻ എവിടെ പോയി നിൽക്കുന്നു, ഇവിടെയുള്ള നക്ഷത്രത്തിന്റെ ഇപ്പൊ ഇവൻ അടുത്ത് തന്നെ വന്ന നക്ഷത്രം മകേരം എന്ന് പറയുന്ന നക്ഷത്രത്തിലാണെങ്കിൽ ഈ മകേരത്തിന്റെ അധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചായിരിക്കും ഈ രാശി മാറ്റത്തിന്റെ ബലം വന്നത്. അത് മാത്രമല്ല, ഇത് റൂളിംഗ് സ്റ്റേജ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ബലം അനുഭവിക്കുകയുള്ളൂ. അല്ലാണ്ട് ഏത് ആദ്യം പറയണം ഏത് അവസാനം പറയണം, ഈ ചാരവശാലുള്ള ഫലം എപ്പോ എടുക്കണം എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പൊ പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജാതകത്തിന്റെ ഫലം നിങ്ങൾക്ക് വർക്കാവണ്ടേ. അപ്പൊ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ആ പ്ലാനറ്റിന്റെ അനുസരിച്ചിട്ടുള്ള റൂളിംഗ് വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഇവന്റിനെ തരും. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ആവശ്യമാണ്. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണല്ലേ. ഉറങ്ങുന്നു, തിന്നുന്നു, ഓടുന്നു, ചാടുന്നു, യുദ്ധം വീഴുന്നു, തെറി വിളിക്കുന്നു, വീഡിയോ കാണുന്നു, സുഖിക്കുന്നു, ആസ്വദിക്കുന്നു, കിടന്നുറങ്ങുന്നു, കറങ്ങാൻ പോകുന്നു, എല്ലാ ഗ്രഹത്തിന്റെ കാര്യങ്ങളും എല്ലാ ദിവസവും എല്ലാ മനുഷ്യനും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നോട്ടബിൾ ആയിട്ടുള്ള ഇവന്റ്സ്, ആ നോട്ടബിൾ ആയിട്ടുള്ള ഇവന്റ്സിനെ റൂള് ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ്. അത് നോക്കി ഏതാണ് റൂളിംഗ് പ്ലാനറ്റ് എന്ന് നോക്കി അതിനെ മനസ്സിലാക്കിയിട്ട് അത് ഈ ചാരവശാല് ദശയില് അത് എവിടെ പൊസിഷൻസ് എവിടെയൊക്കെയാണ് നോക്കിയിട്ട് അത് ചാരത്തില് കറക്കത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബലം അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്ലെയിൻലി ഈ തരത്തില് ഇന്നത് ഇവിടെ നിൽക്കണോണ്ട് ഇന്നതവർക്ക് നല്ലായിരിക്കും എന്ന് പറഞ്ഞാല് കുറേയൊക്കെ ബലിക്കായിരിക്കും. കഷ്ടകാലം പിടിച്ചേക്കണവന് ഇതൊക്കെ ശരിയായിട്ട് തോന്നുകയും ചെയ്യും. അവൻ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്തുകയും ചെയ്യും. ആ വഴിപാട് നടത്തിയോണ്ട് ആശ്വാസം, എന്തൊക്കെ ബലം കിട്ടിയെന്നുള്ള തോന്നൽ വരും. അങ്ങനെയും ഉണ്ടാവും. വഴിപാട് നടത്തുന്നതൊക്കെ നല്ലതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അല്ലാതെ തന്നെ വഴിപാട് നടത്തണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അല്ലാതെ തന്നെ പ്രാർത്ഥിക്കണം, അല്ലാതെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലാതെ തന്നെ ധ്യാനിക്കണം, അല്ലാതെ തന്നെ സ്വയമേവ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തണം എന്നാണ് ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഫിയർഫുൾ ആയിട്ട് അയ്യോ എനിക്ക് കുഴപ്പം വരാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ചാരവശാല നിങ്ങളുടെ നക്ഷത്രം മാത്രം വെച്ചുള്ള ബലം ശരിയാവണമെന്നില്ല. എങ്കിലും ഈ ചാനലിൽ ഇതേമാതിരി ചെറിയ ചെറിയ ടിപ്സ്, എങ്ങും കൊള്ളാത്ത
എങ്ങും കണക്ട് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ഒത്തിരി ടിപ്സ് അടങ്ങിയ വീഡിയോസ് ഉണ്ട്. കാര്യം അതും നമുക്ക് കൂടുതൽ വർക്കാവുന്ന തരത്തിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതൊക്കെ വേണേൽ നിങ്ങൾ നോക്കിക്കോളാം. പക്ഷെ ഒരു ജാതകം നോക്കുമ്പോൾ ആ ജാതകം തന്നെ വളരെ ക്ലാരിറ്റിയിൽ നോക്കിയാലായിരിക്കും നിങ്ങളുടെ ഫലം തിട്ടമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശ്വരായ നമഃ.